വോട്ടുപിടുത്തത്തിനിടെ വീണ് സ്ഥാനാർത്ഥിക്ക് പരിക്കേറ്റു. ഉമ്മന്നൂർ പുലിക്കോട് വാർഡിലെ NDA സ്ഥാനാർത്ഥി ശ്രീജി ബൈജു ആണ് വീണ് തോളല് തകർന്നത്. വീട്ടിലിരുന്ന് വോട്ടർമാരെ വിളിച്ച് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ശ്രീജി ബൈജു. ഓരോ വോട്ടറെയും നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. പക്ഷേ ഉമ്മന്നൂർ പുലിക്കോട് വാർഡിലെ NDA സ്ഥാനാർത്ഥി ശ്രീജി ബൈജു ആശുപത്രി കിടക്കയിലിരുന്നാണ് വോട്ട് തേടുന്നത്. വോട്ടുപിടുത്തത്തിനിടെ വീണ് തോളല് തകർന്ന് സ്ഥാനാർത്ഥി ഇപ്പോൾ കിടപ്പിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വൈകിട്ട് ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് മരങ്ങാട്ടൂണം വയങ്കോട്ടൂർ റോഡ് വഴി കുത്തനെയുള്ള ഒരിറക്കമായിരുന്നു. ഇങ്ങനെ ഇറങ്ങി വന്ന വഴിക്ക് കാല് ഒരു കുഴിയുണ്ടായിരുന്നു, കാല് വഴുതി അതിനേക്ക് വീഴുകയായിരുന്നു. കമന്നടിച്ച് വന്ന് കൈ മടങ്ങി തോളല് പൊട്ടുകയായിരുന്നു. പെട്ടെന്ന് അവിടുന്ന് എല്ലാവരും കൂടെ ഓടി വന്ന് എല്ലാവരും പ്രവർത്തകരും എല്ലാവരും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നു. അപ്പോൾ മുഖമൊക്കെ വന്ന് അടിച്ച് പൊട്ടിയായിരുന്നു. പിന്നെ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞ് സർജറി ചെയ്തേ പറ്റത്തുള്ളൂ, വലിയ സർജറി വേണം എന്ന് പറഞ്ഞിരുന്നു. റോഡിലെ കുഴിയിൽ കാൽമടങ്ങി വീഴുകയായിരുന്നു. മുഖത്തും കൈകളിലും പരിക്കുപറ്റി ഇടത്തെ തോളലും പൊട്ടി. കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി കമ്പിയിടേണ്ടി വന്നു. ഇതോടെ ഇറങ്ങി നടന്ന് വോട്ട് തേടാൻ ശ്രീജിക്ക് കഴിയുന്നില്ല. നമുക്ക് വിജയസാധ്യതയുള്ള ഒരു വാർഡായതുകൊണ്ട് എല്ലാവരുടെയും എനിക്ക് രണ്ട് റൗണ്ടൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഒന്നുകൂടെ ഒന്ന് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് ഇറങ്ങിയതാണ്. കണ്ടു പോവാം, തൊഴിലുറപ്പിലെ അമ്മമാരും ചേച്ചിയാരെയൊക്കെ ഒന്ന് കണ്ട് അറിയിച്ചിട്ട് പോവാന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. 9-ാം തീയതിയാണ് വോട്ടെടുപ്പ്. അപ്പം അതിൻ്റെ തലേ ദിവസം ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ ഇങ്ങനെയൊക്കെ പറ്റുന്നിടത്തൊക്കെ ഇങ്ങനെയൊക്കെ ഇറങ്ങാമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. തന്റെ അവസ്ഥ വിശദീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രീജി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. BJP വാളകം ഏരിയ പ്രസിഡന്റ് കൂടിയ ശ്രീജി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് വാളകം ഡിവിഷനിൽ മത്സരിച്ച് മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.